ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പോളിറ്റി ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ സീരീസാണ് നമ്മളിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം, അതാണ് എൻ്റെ എനർജി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണ്, ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ ഇതിൽ 5 ക്വസ്റ്റ്യൻസാണ് നമ്മളൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു എമംഗ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ? പ്രൈം മിനിസ്റ്റർ, ചെയർമാൻ ഫിനാൻസ് കമ്മീഷൻ, മിനിസ്റ്റേഴ്സ് ഓഫ് ദി യൂണിയൻ ക്യാബിനറ്റ്, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്സ്. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ. ഓപ്ഷൻ എ 1, 2 and 3 only. ഓപ്ഷൻ ബി 1, 3 and 4 only. ഓപ്ഷൻ സി 2 and 4 only. ഓപ്ഷൻ ഡി 1, 2, 3 and 4. അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിലെ മെമ്പേഴ്സ് ആരെല്ലാം എന്നറിയാം. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ അഡ്വൈസറി ബോഡിയാണ്. 1952 ഇത് ഫോം ചെയ്തത്. ഇനി ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ, യൂണിയൻ ക്യാബിനറ്റിലെ മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റേഴ്സ്, നീതി ആയോഗിലെ മെമ്പേഴ്സ്, യൂണിയൻ ടെറിട്ടറീസിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ചാർജുള്ള മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റിലെ ഇൻഡിപെൻഡൻറ്റ് ചാർജുള്ള മിനിസ്റ്റേഴ്സ്. ഇത്രയും പേരാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിലെ മെമ്പേഴ്സ്. പ്രൈം മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ് ഓഫ് ദി യൂണിയൻ ക്യാബിനറ്റ്, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ദി യൂണിയൻ ടെറിട്ടറീസ്, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് ചാർജ്, മെമ്പേഴ്സ് ഓഫ് ദി നീതി ആയോഗ്. അപ്പോൾ ഇത്രയും പേര്, അതിൽ ചെയർമാൻ ഫിനാൻസ് കമ്മീഷൻ എന്നുള്ള രണ്ടാമത്തെ ആ ഒരു പോയിൻ്റ് മാത്രം, ആ ഒരു മെമ്പർ മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1, 3 and 4 ഓൺലി എന്നുള്ള ബി ഓപ്ഷനാണ് നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഹു എമംഗ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ് ഓഫ് ദി യൂണിയൻ ക്യാബിനറ്റ്, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്സ്, ഇത്രയും പേരുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ following statements. The Parliamentary Committee on Public Accounts consists of not more than 25 members of the Lok Sabha, scrutinizes appropriation and finance accounts of the government, examines the report of the Controller and Auditor General of India. Which of the following statement is or are correct? A 1 only, B 2 and 3 only, C 3 only, D 1, 2 and 3. അപ്പോൾ ഈ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ട് പാർലമെൻ്ററി കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയണത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 25 മെമ്പേഴ്സ് ഓഫ് ദി ലോക്സഭ. ലോക്സഭയിലെ 25 മെമ്പേഴ്സിനും കൂടുതൽ ഇതിൽ ഉണ്ടാവില്ല. 25 മെമ്പേഴ്സ്. പക്ഷേ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ലോക്സഭയിൽ നിന്ന് 15 മെമ്പേഴ്സും രാജ്യസഭയിൽ നിന്ന് 7 മെമ്പേഴ്സിനും കുറവുമാണ് പാർലമെൻ്ററി കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സിൽ മെമ്പേഴ്സ് ആവുന്നത്. ആകെ 22 മെമ്പേഴ്സാണ് പാർലമെൻ്ററി കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സിൽ ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻസിനെ വെച്ചിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സ്ക്രൂട്ടിനൈസസ് അപ്രോപ്രിയേഷൻ ആൻഡ് ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദി ഗവൺമെൻറ്, എക്സാമിൻസ് ദ റിപ്പോർട്ട് ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് അക്കൗണ്ട്സും അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സും ഒക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത് പാർലമെൻ്ററി കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സ് ആണ്. അതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് എക്സാമിൻ ചെയ്യണത് പാർലമെൻ്ററി കമ്മിറ്റിയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, റവന്യൂ ഇവയെക്കുറിച്ചിട്ടുള്ള കണക്കുകൾ നോക്കുന്നത് നമ്മുടെ പാർലമെൻ്ററി കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 2 and 3 ആണ് നമ്മുടെ ആൻസർ. ലോക്സഭയിലെ 15 മെമ്പേഴ്സിന് ഉള്ളിലുള്ള അംഗങ്ങൾ പാർലമെൻ്ററി കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സിലും അംഗങ്ങളായിരിക്കും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രിൻസിപ്പിൾ ഈസ് ഓർ ആർ ഇംപ്ലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണലി ഇൻ ദി പാർലമെൻ്ററി ഗവൺമെൻറ്? പാർലമെൻ്ററി ഗവൺമെൻറ്റിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളതെന്ന് ചോദിക്കുന്നത്. 1. Members of the cabinet are members of the parliament. Ministers hold the office till they enjoy confidence in the parliament. Cabinet is headed by the head of the state. Select the correct answer using the codes given below. അപ്പോൾ നമുക്കിതിലറിയാം കറക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്. അതായത് ക്യാബിനറ്റിലെ മെമ്പേഴ്സ് എന്തായിരിക്കും? പാർലമെൻറ്റിലെ മെമ്പേഴ്സ് ആയിരിക്കും.
ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ക്യാബിനറ്റിലെ മെമ്പേഴ്സെല്ലാം പാർലമെൻറ്റിലെ മെമ്പേഴ്സായിരിക്കും. പാർലമെൻറ്റിൻ്റെ ഒരു പ്ലഷറിൻ്റെ ആ ഒരു ടൈം മാത്രമാണ് മിനിസ്റ്റേഴ്സിന് ഓഫീസിൽ തുടരാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പാർലമെൻറ്റിൻ്റെ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ പ്ലഷർ, പാർലമെൻറ്റിൻ്റെ ഒരു പിന്തുണയോട് കൂടിയിട്ട് മാത്രമേ മിനിസ്റ്റേഴ്സിനെ ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പറയണത് ക്യാബിനറ്റ് ഈസ് ഹെഡഡ് ബൈ ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഇത് റോങ് ഓപ്ഷനാണ്. കാരണം ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രസിഡൻ്റ് ആണെന്ന്. ക്യാബിനറ്റിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റ് അല്ല, പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ഇവിടെ 3 ഓപ്ഷനിൽ തേർഡ് ഓപ്ഷനാണ് തെറ്റുള്ളത്. 1 and 2 ഓൺലി എന്നുള്ള എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സെൻറ്റർ ഷാൽ ബി collectively responsible for the Parliament. The Union Ministers shall hold the office during the pleasure of the President of India. The Prime Minister shall communicate to the President about the proposals for legislation. Which of the following statements given above is or are correct? Option A, 1 only. Option B, 2 and 3 only. Option C, 1 and 3 only. Option D, 1, 2 and 3. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുമ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സെൻറ്റർ ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ഫോർ ദി പാർലമെൻറ്റ്. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സെൻറ്റർ ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ഫോർ നോട്ട് ദി പാർലമെൻറ്റ് ബട്ട് ടു ദി ലോക്സഭ. ലോക്സഭയോടാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് ലോക്സഭയുടെ അടുത്താണ്. യൂണിയൻ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ഹോൾഡ് ദ ഓഫീസ് ഡ്യൂറിങ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു പ്ലഷർ കോൺഫറൻസിലാണ് യൂണിയൻ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ പ്രൈം മിനിസ്റ്റർ ഷാൽ കമ്മ്യൂണിക്കേറ്റ് ടു ദ പ്രസിഡൻറ്റ് അബൌട്ട് ദ പ്രപ്പോസൽസ് ഫോർ ലെജിസ്ലേഷൻ. അതായത് നിയമ നടപടികളിൽ പ്രൈം മിനിസ്റ്ററിന് പ്രസിഡൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രസിഡൻറ്റും തമ്മിലുള്ള മെയിൻ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. PM ആണ് മെയിൻ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ബിറ്റ്വീൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദി പ്രസിഡൻറ്റ്. അതുപോലെ തന്നെ ഈ പ്രസിഡൻറ്റ് വേറെ ഏതൊക്കെ കാര്യങ്ങളിൽ പ്രൈം മിനിസ്റ്ററിന് ഗൈഡൻസ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ, ഒന്ന് ലോക്സഭ ഡിസോൾവ് ചെയ്യുക പിരിച്ചുവിടുന്ന സമയത്ത് അതിന് ഗൈഡൻസ് കൊടുക്കാം. അതുപോലെ തന്നെ കീ ഒഫീഷ്യൽസിനൊക്കെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാം, പ്രൈം മിനിസ്റ്ററുടെ സജഷൻ സ്വീകരിക്കാം. ഇതെല്ലാമാണ് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് 78 ആർട്ടിക്കിൾ 78 ആണ് ഇത് സ്റ്റേറ്റ് ചെയ്യണത്. അപ്പോൾ ഒന്നാമത്തേത് പറഞ്ഞു, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സെൻറ്റർ ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ഫോർ ദി ലോക്സഭയാണ്, പാർലമെൻ്റ് അല്ല. 75(3) ആണ്, ക്ലോസ് 3 ആണ് ഈ ഒരു ആർട്ടിക്കിൾ സ്റ്റേറ്റ് ചെയ്യണത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ് ചെയ്യണ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 75(3) ആണ്. അതുപോലെ തന്നെ യൂണിയൻ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ഹോൾഡ് ദ ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അത് പറയുന്നതും 75 എന്നുള്ള ആർട്ടിക്കിളിലാണ്. ഇനി 78 പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് പ്രസിഡൻറ്റ് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്ററിന് ഗൈഡൻസ് കൊടുക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ലോക്സഭ ഡിസോൾവ് ചെയ്യുമ്പോൾ, രണ്ടാമത് കീ ഒഫീഷ്യൽസിനൊക്കെ അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈം മിനിസ്റ്ററിന് പ്രസിഡൻറ്റിന് ഗൈഡൻസ് കൊടുക്കാം. അതുപോലെ തന്നെ പ്രപ്പോസൽസ് ഫോർ ലെജിസ്ലേഷൻ, നിയമ നടപടികൾ, നിയമ നിർമ്മാണത്തിൻ്റെ പ്രപ്പോസൽസിലൊക്കെ വയ്ക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഷാൽ കമ്മ്യൂണിക്കേറ്റ് ടു ദി പ്രസിഡൻറ്റ്. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സെൻറ്റർ ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ഓൺലി ഫോർ ലോക്സഭ. അപ്പോൾ ഓപ്ഷൻ B 2 and 3 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 5th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഈസ് ആൻ ഓർഗൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ. ദി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിംഗ് ഈസ് കെപ്റ്റ് ഇൻ ദി കൺകറൻറ്റ് ലിസ്റ്റ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. The Constitution of India prescribes that panchayats should be assigned the task of preparation of plans for economic development and social justice. Which of the following statements given above is or correct? Option A 1 only. Option B 2 and 3 only. Option C 1 and 3 only. Option D 1, 2 and 3. അപ്പോൾ ഇതിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ആൻ ഓർഗൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, ഇറ്റ്സ് ആൻ അഡ്വൈസറി ബോഡി ഫോർ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന് അഡ്വൈസ് കൊടുക്കുന്ന ഒരു ബോഡി, അതാണ്. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്.
നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് ഈസ് കെപ്റ്റ് ഇൻ ദി കൺകറൻറ്റ് ലിസ്റ്റ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ്, സാമ്പത്തിക സാമൂഹിക ആസൂത്രണം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ്. ഇനി അടുത്തത് പറയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിസ്ക്രൈബ്സ് ദാറ്റ് പഞ്ചായത്ത് ഷുഡ് ബി അസൈൻ ദ ടാസ്ക് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻസ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അതായത് പഞ്ചായത്തിനാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ജസ്റ്റിസ് ഇങ്ങനെയുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ടാസ്ക് കൊടുത്തിരിക്കുന്നത് പഞ്ചായത്തിനാണ്. പഞ്ചായത്താണ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടുള്ള പ്ലാൻസാണ്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത് പഞ്ചായത്താണെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി 2 and 3 ഓൺലി എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.